അബ്രഹാം ലിങ്കൺ കപ്പലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അര കപ്പ് ചോറും 2 കഷണം ഇറച്ചിയും അമേരിക്കയുടെ സൈനികർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടി സർക്കാർ നൽകുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവരമാണ് ഞെട്ടലോട് കൂടി ഇപ്പോൾ ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. അഥവാ ജയിലിനേക്കാൾ ഭീകരമാണ് അമേരിക്കയുടെ സൈനികരുടെ ജീവിത നിലവാരം എന്ന് ചുരുക്കം. അബ്രഹാം ലിങ്കൺ കപ്പൽ ഇറാനുമായിട്ട് യുദ്ധത്തിന് വേണ്ടി അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിട്ട് ഏകദേശം 9 മാസമാകാൻ പോവുകയാണ്. ഈ 9 മാസത്തിന് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞതോടുകൂടി അവിടെ വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ്. ജീവിത നിലവാരം വല്ലാത്ത രീതി ഇടിഞ്ഞിരിക്കുന്നു. സൈനികർക്ക് അവരുടെ ജീവസംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ വേണ്ട രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. വെറുതെ ഒരു കപ്പലും കുറച്ച് സൈനികരെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് എന്ന തരത്തിലാണ് അവരുടെ സമീപനങ്ങളും നിലപാടുകളും അതായത് സർക്കാരിൻ്റേത് ഉള്ളത് എന്ന റിപ്പോർട്ട് കൃത്യതയോടുകൂടി ഇപ്പോൾ അമേരിക്ക തന്നെ അംഗീകരിച്ചു. അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ അന്വേഷിച്ചു കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച 12ഓളം സൈനികരെ പിന്നീട് വിദഗ്ധ ചികിത്സ നൽകിയിട്ട് രക്ഷപ്പെടുത്തിയാണ്ടത്. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതോപാധി വളരെ കൃത്യമല്ലെങ്കിൽ പിന്നീട് നിലനിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം ചെയ്യുന്നതെന്ന് ചുരുക്കം. മാനസിക പീഡനത്താൽ അമേരിക്കൻ സൈന്യം 260 ദിവസമായി അബ്രഹാം ലിങ്കണിൻ്റെ കപ്പലിൽ പെടാപ്പാട് പെടുകയാണ്, പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നു. സാധാരണഗതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കപ്പൽ നങ്കൂരമിടുന്നതും അതിൽ സൈനികരുണ്ടാകുന്നതും സ്വാഭാവികമാണ്. അതിൻ്റെ കൂടി വന്ന അതിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. 6 മാസത്തോടു കൂടി 6 മാസം കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? കൂട്ടത്തോടു കൂടി സൈനികരെ മാറ്റിയിട്ട് പുതിയ സൈനികരെ അതിൽ സ്ഥാപിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ യുദ്ധമുഖത്തുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ചെയ്തു വരുന്ന രീതിയാണ്. ഇപ്പോൾ ഈ 9 മാസമായിട്ടും യാതൊരു മാറ്റങ്ങളുമില്ല എന്ന് പറയുമ്പോൾ അത് നിസ്സാര സംഭവമൊന്നുമല്ല, അത് ഗൗരവമുള്ള സംഭവം തന്നെയാണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നു, ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അമേരിക്കൻ സൈനികർക്ക് സാധിക്കാതെ മാനസികമായ രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരിപ്പോൾ എത്തിയിരിക്കുന്നു. ശുചിത്വമില്ലായ്മ ഈ കപ്പലിൽ വളരെ കൃത്യമാണ്. കാര്യം 5000-ലധികം സൈനികരും ജീവനക്കാരും നിലവിൽ അബ്രഹാം ലിങ്കൺ കപ്പലിൽ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം നൽകുന്നതിനോ ഉറക്കത്തിനോ ഇനി ബാത്റൂം സൗകര്യത്തിനോ അവിടെ കൃത്യമായ രീതിയിലുള്ള സൗകര്യ കാര്യങ്ങൾ ഇല്ല എന്ന് ചുരുക്കം. ശുചിത്വമില്ലായ്മ പറയുന്നുണ്ട്. പൂപ്പൽ പിടിച്ച മേഖലയാണ് ഈ ബാത്റൂം പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് പകർച്ചവ്യാധി പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അലക്ക് മെഷീൻ കേട് സംഭവിച്ചിട്ട്, അത് അലക്ക് മെഷീൻ വെച്ചാൽ വലിയ സംവിധാനങ്ങളൊക്കെയാണ്. ആ അലക്ക് മെഷീൻ്റെ മൊത്തത്തിലാണ് പറയുന്നത്. ഉറക്കമില്ലായ്മയുണ്ട്, ഭക്ഷണമില്ലായ്മയുണ്ട്, അവരുടെ ഉപയോഗത്തിന് സോപ്പും അതിന് ഈ പേസ്റ്റും വരെ കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക പ്രയാസത്തിലായി പോയിട്ട് അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ചാടി മരിക്കാൻ വേണ്ടി തുനിയുന്നവരുടെ അവസ്ഥ എത്രത്തോളമുണ്ട്, ആ സ്ഥിതിയാണ് ഇപ്പോൾ അമേരിക്കൻ സൈനികർക്കുള്ളത്. കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം നടന്നു. അവർ വെടിവെപ്പ് നടന്നു. 7 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. വെടിവെച്ചതും അവർ തന്നെ, മരിച്ചതും അവർ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെടിവെപ്പ് നടന്നു എന്നുള്ളതാണ്. അത് ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട വിധം ഇടപെടൽ നടത്താൻ സൂപ്പർവൈസർ പോലെയുള്ള അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ പോലെയുള്ള ആളുകൾ, വലിയ കമാൻഡർമാരെ പേരുകളൊക്കെ പറയുന്നുണ്ട്, അതിൽ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രമിക്കണമെങ്കിൽ സർക്കാർ, അതായത് അമേരിക്കൻ സർക്കാർ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സഹായങ്ങൾ നൽകണം. അതോട്ട് നൽകുന്നില്ല എന്നുള്ള റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിനൊക്കെ പുറമെ ആയിട്ട് 100-ലധികം മിസൈലുകൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഈ കപ്പൽ നേരെ വന്നിട്ടുണ്ട്. പ്രതികരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ വലിയ ആക്രമണം തന്നെ കപ്പലിന് മധ്യേ ഉണ്ടായിട്ടുണ്ട്. 2-ലധികം യുദ്ധവിമാനങ്ങൾ കടലിലേക്ക് തകർന്നു വീണിട്ടുണ്ട്. തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് 25-ലധികം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 1-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും പ്രാദേശിക തലത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇത്തരം സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ അമേരിക്ക അത് സ്വീകരിക്കാറില്ല, അംഗീകരിക്കാറില്ല. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. ഇപ്പോൾ 1000-ലധികം സൈനികരുടെ കുടുംബങ്ങൾ പരാതിയുമായിട്ട് അമേരിക്കൻ സർക്കാരിനെ സമീപിച്ചു.
അവർ സൈനിക മേധാവികളെയും പ്രതിരോധ മന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ രക്തബന്ധുക്കൾ അല്ലെങ്കിൽ ഞങ്ങളിൽപ്പെട്ടവർ അവിടെ വലിയ രീതിയിൽ മാനസിക പീഡനത്തിന് ഇരയാകുന്നു, അവരെ മോചിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യം. ഒമാൻ്റെ തീരത്തേക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ഈ കപ്പൽ കര കണ്ടത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഇവിടെ നങ്കൂരമിട്ടതിന് ശേഷം. ഇറാൻ്റെ മിസൈൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതിൻ്റെ പ്രയാസം വേറെയുമുണ്ട്. അഥവാ ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ട് ഏകദേശം 15 മുതൽ 30% താഴെയാണ്. വലിയൊരു ശതമാനം ഇപ്പോൾ റിപ്പോർട്ട് എങ്ങനെയാണ്, ഏത് തരത്തിലാണെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അഥവാ അവിടുന്ന് സത്യസന്ധമായും കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തോട്ട് വരുന്നില്ല എന്ന് ചുരുക്കം. റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിൽ ഒന്നുകിൽ റിപ്പോർട്ടർമാർ എവിടെ പോകണം, യുദ്ധമുഖത്ത് പോകണം, അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോ ബന്ധപ്പെട്ടവരോ അഭിമുഖം കൊടുക്കണം. ഇത് രണ്ടും നടക്കുന്നില്ല. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചു, ഇറാഖ് പരാജയപ്പെട്ടു, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി, നമുക്കത് അറിയാവുന്നതാണ്. പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നു. പിന്നീട് അവരുടെ അമേരിക്കൻ പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടായി. നമ്മുടെ സൈനികർ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്, ജീവച്ഛവമായ എത്ര പേരുണ്ട്, അവിടെ അടക്കുകയും ചെയ്യുകയോ അല്ലെങ്കിൽ മറവ് ചെയ്യുകയോ ചെയ്തവരെത്ര ഉണ്ട്, നാട്ടിലേക്ക് ഇങ്ങനത്തെ ഒരുപാട് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അന്ന് പാർലമെൻറ്റിൽ ചോദിച്ചു. ജോർജ് ബുഷ്, അന്നത്തെ ജൂനിയർ ജോർജ് ബുഷാണ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് 5000 സൈനികരെ നമ്മൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരം ഒരു രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഭാവിയിൽ ഇടപെടുകയാണെങ്കിൽ ഒരിക്കൽ പോലും അമേരിക്ക സൈനികരെ നേരിട്ട് അയച്ചുകൊണ്ട് ആ യുദ്ധത്തിൻ്റെ രീതിക്ക് മാറ്റം വരുത്തുകയില്ല. പകരം എന്ത് ചെയ്യും? ആ രാജ്യത്തിൻ്റെ അകത്തുള്ള വിഭാഗത്തെ വിമതപക്ഷമായിട്ടോ പ്രതിപക്ഷമായിട്ടോ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആയുധം നൽകി ഭരണ സംവിധാനത്തിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് തങ്ങൾ ചെയ്യുക എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ 5000 സൈനികർ എന്ന് പറയുന്ന കൃത്യമായിരിക്കുന്ന ഒരു സംഖ്യയൊന്നുമല്ല, അതിലെത്രയോ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം, ഈ കൊല്ലപ്പെട്ട സൈനികരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന ചോദ്യം ബന്ധുക്കൾ പല ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്ക ഇതിന് മറുപടി നൽകാനില്ലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് വാഷിങ്ടണിലോ ന്യൂയോർക്കിലോ അതല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കോ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വിമാനങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10 മുതൽ 20 വരെ അമേരിക്കൻ സൈനികരുടെ മൃതദേഹം അതിലുണ്ടാകുമായിരുന്നു എന്ന് അന്നത്തെ പ്രാദേശിക റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ തരത്തിലായിരുന്നു അന്ന് മരണം റിപ്പോർട്ട് ചെയ്ത്. ഇപ്പോഴത്തെ സ്ഥിതി വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് തന്നെ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോഴത്തെ സൈനികർക്ക്, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന സൈനികർക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷണം പോലും എത്തിക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നു. കാര്യം ഈ യുദ്ധം എങ്ങോട്ട് കൊണ്ടുപോകണം, എവിടേക്ക് എത്തിക്കണം, എവിടേക്ക് എത്തും എന്നതിനെക്കുറിച്ച് ഒരു രൂപവും ഇല്ലാത്ത രീതിയിൽ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഇറാനെതിരെയുള്ള വാശി കൊണ്ട് തുടങ്ങിയിരിക്കുന്ന യുദ്ധമാണ്. അതും ഇസ്രായേലിനെ തൃപ്തിയാക്കാൻ ഇപ്പോൾ അമേരിക്ക തന്നെ കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ്. അത് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പിന്നീട് ആ യുദ്ധത്തിൽ ആ രാജ്യം വിജയിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമാണ്. യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന സൈനികർ നിർബന്ധമാണ്. സൈനികർ യുദ്ധം ചെയ്യണമെങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടണമല്ലോ, കുടിവെള്ളം കിട്ടണമല്ലോ, അതിൻ്റെ സൗകര്യ കാര്യങ്ങൾ കിട്ടണമല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യാത്ത രീതിയിൽ ഇതെങ്ങനെയാണ് വിജയിച്ചെടുക്കുക? വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ചയാവാത്ത രീതിയിൽ ഒപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. പുറം ലോകം അറിയാത്ത രീതിയിൽ ഒപ്പിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, യുദ്ധഭൂമിയിലെല്ലാം അമേരിക്കയുടെ സൈനികർ ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം മേഖലയുണ്ടോ അവിടെയൊക്കെ പ്രയാസമാണ്. അറേബ്യൻ രാജ്യങ്ങളിലുള്ള സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും UAE ആണെങ്കിലും കുവൈത്ത് ആണെങ്കിലും എല്ലാ രാജ്യങ്ങളിലും ഈ യുദ്ധത്തിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സത്യമല്ല, അത് കളവാണ്. അത് സത്യമാണെന്ന് അറിയണമെങ്കിൽ 3-4 ആൾക്കാർ അത് സമ്മതിക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ
തരം താന്നിരിക്കുന്നു എന്നുള്ള അയാളുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയില്ല. ഇന്നൊന്ന് പറയും, നാളെ മാറ്റി പറയും. മാറ്റി പറഞ്ഞത് പിന്നീട് ആദ്യം പറഞ്ഞതാണ് ശരിയെന്ന് പറയും. ആ തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്തൊരു പ്രവർത്തനമാണ് നടത്തുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ ഇത് മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്.